ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് സീക്വൻസ് വെച്ചിട്ടുള്ള വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്ലാറ്റ് സീക്വൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പല നിറത്തിൽ പല വലുപ്പത്തിൽ കിട്ടും കേട്ടോ. ഇതിനും ചെറിയ വലുപ്പത്തിലും കിട്ടും, ഇതിനും വലിയ വലുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഞാൻ വലിയ വലുപ്പത്തിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് മിഷ്യൻ നൂല് വെച്ചിട്ടാണ് ചെയ്തെടുക്കണേ കേട്ടോ. മിഷ്യൻ നൂല് രണ്ടിഴയിൽ കോർത്തെടുത്തിട്ട് ഒരറ്റത്ത് മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് ഇത് നമ്മൾ ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം കുത്തിയെടുത്തതിന് ശേഷം ആ ഒരു നൂലിലേക്ക് നമ്മളൊരു സീക്വൻസ് കോർത്തെടുക്കണം കേട്ടോ. അതിനുശേഷം ആ സീക്വൻസിൻ്റെ അതേ ഹോളിലേക്ക് തന്നെ സൂചി ഇറക്കി കൊടുത്തിട്ട് കുറച്ച് നീക്കിയിട്ട് സൂചി പൊന്തിച്ചെടുക്കണം കേട്ടോ, അതിന് പുറത്തേക്കായിട്ട്. എന്നിട്ട് സൂചി മുകളിലും നൂലടിയിലും വരുന്ന രീതിയിലാക്കിയിട്ട് സൂചീനെ മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ നമ്മൾ ചെയ്യുമ്പോൾ വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് നൂല് കിട്ടില്ല, അതിലേക്ക് നമ്മൾ അടുത്തൊരു സീക്വൻസ് കോർത്ത് കൊടുത്തിട്ടും അതേ പോയിന്റിലേക്ക് തന്നെ സൂചി ഇറക്കി കൊടുക്കുകയാണ് ആ സീക്വൻസിൻ്റെ ഹോളിലേക്ക്. അതിനുശേഷം കുറച്ച് നീക്കിയിട്ട് തന്നെ നമ്മൾ പൊന്തിച്ചെടുക്കേണ്ട. അപ്പം അങ്ങനെ നമ്മൾ പൊന്തിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് കൊടുക്കാണ്ട് കുറച്ച് മാത്രം ഗ്യാപ്പ് കൊടുത്തിട്ട് സൂചി പൊന്തിച്ചു കൊടുക്കും. അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല കേട്ടോ. ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് സൂചി പൊന്തിച്ചെടുത്താൽ ഇങ്ങനെ അടുക്കടുക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുക്കായിട്ട് കിട്ടുന്ന സ്റ്റിച്ച് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്താലാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. വേറെ സ്റ്റിച്ചിലൊക്കെ നമുക്ക് സീക്വൻസ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെയിൻ സ്റ്റിച്ചിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അറ്റം വരെ എടുത്തതിന് ശേഷം നമുക്ക് താഴേക്ക് ഇറക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കെട്ടിട്ട് കൊടുക്കുന്നത് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ത്രെഡ് വെച്ചിട്ട് ഏതൊരു വർക്കും ചെയ്തിട്ട് കെട്ടിടുന്ന പോലെ തന്നെയാണ് ഈ ഒരു സീക്വൻസ് വർക്കും വെച്ചിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കെട്ടിട്ട് കൊടുക്കുമ്പോൾ അവസാനത്തെ സീക്വൻസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ സൂചി ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റ് ഭംഗിയിൽ തന്നെ കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ കെട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ അതേ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ഞാനിവിടെ ചെയ്തെടുത്തത്. നമുക്ക് സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സീക്വൻസിൻ്റെ അതേ കളറ് ത്രെഡ് എടുക്കുകയും വേണം. നമ്മൾ കുത്തുമ്പോൾ ഒരുപാട് വലുപ്പത്തിൽ കുത്താണ്ട് ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ മാത്രം കുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അത് അടക്കടക്കായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് അകലെയായിട്ടുള്ളത് വരുമ്പോൾ വേറൊരു മോഡലായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൂക്കളാണ് ഞാനിവിടെ തുന്നിയെടുക്കുന്നത്. ആ പൂവിൻ്റെ അറ്റഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ കൂർത്തിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അറ്റഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ അവസാനം ചെയ്ത അറ്റഭാഗത്ത് എത്തിയിട്ടുള്ള സീക്വൻസിൻ്റെ അതിലേക്ക് തന്നെ 2 വട്ടം കുത്തിയിട്ട് അവിടെ ഉറപ്പിച്ചു കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ അടുത്തതിലേക്ക് ചെയ്തെടുക്കണേ കേട്ടോ. ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമുക്കിത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ടും നല്ല ഭംഗിയിലും ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് സീക്വൻസ് വർക്കുകൾ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.